വൈൽഡ് ലെസൺസ് എപ്പിസോഡ് 28 നിങ്ങൾക്കേവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച എക്സസൈസ് നന്നായി പ്രാക്ടീസ് ചെയ്ത് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്കൊരു പുതിയ ലെസൺ പഠിക്കാം. ഈ ലെസണൊരു പേരുണ്ട്, സാഗർ കീ. ഈ ലെസണിൽ വരുന്നത് ക്രോച്ചറ്റ്, അതായത് 1 ബീറ്റിൻ്റെ നോട്ട് വരുന്നുണ്ട്, കൊയ്വ് ഹാഫ് ബീറ്റിൻ്റെ വരുന്നുണ്ട്, ഡോട്ടഡ് ക്രോച്ചറ്റ് വരുന്നുണ്ട്, അതായത് 1.5 ബീറ്റാണ് ഡോട്ടഡ് ക്രോച്ചറ്റിൻ്റെ വാല്യൂ. ദെൻ കൊയ്വേഴ്സ്, സിംഗിൾ കൊയ്വേഴ്സ് വരുന്നുണ്ട്, ഗ്രൂപ്പ് കൊയ്വേഴ്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു എക്സസൈസാണ്. മിനിം വരുന്നുണ്ട്, സെമി ബ്രേവ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ എക്സസൈസ് എങ്ങനെ വായിക്കുമെന്ന് നോക്കാം. ഇതിൽ വരുന്നത് ഒരു ഷാർപ്പാണ്. ഒരു ഷാർപ്പ് വരുന്ന സ്കെയിലിൻ്റെ പേര് സ്കെയിൽ ഓഫ് ജി മേജർ. ഇതിന് ടൈമിങ് കോമൺ ടൈമാണ്. കോമൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാറിൽ 4 ബീറ്റ്സ് ഷെയർ ചെയ്ത് വരുന്ന ടൈമിങ്ങിനാണ് കോമൺ ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4/4 എന്നും പറയും. ഏതായാലും 4/4 വരുന്ന ഈ എക്സസൈസ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ ലെസൺ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കൂടുതലും പ്രാക്ടീസ് ചെയ്യേണ്ടത് ഫിംഗറിങ് എക്സസൈസുകളാണ്, അതായത് സ്കെയിൽസ്. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച എ മേജർ സ്കെയിൽ, ഡി മേജർ സ്കെയിൽ, ജി മേജർ സ്കെയിൽ. എ മേജറിൽ 3 ഷാർപ്പുണ്ട്, ഡി മേജറിൽ 2 ഷാർപ്പ് വരുന്നു, ജി മേജറിൽ 1 ഷാർപ്പ്. ഇപ്പം ഇന്ന് പഠിച്ച ലെസൺ ജി മേജറിൽ വരുന്ന എക്സസൈസാണ്. അപ്പോൾ സ്കെയിൽസ് വായിക്കുമ്പോൾ വളരെ തറവായി ആ നോട്ടിൻ്റെ പൊസിഷൻസ് കറക്റ്റ് ചെയ്ത് വായിക്കാനുള്ള ശ്രമം നടത്തണം. ഈ ലെസണും ആ ജി മേജർ സ്കെയിലിൽ വരുന്നതാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അടുത്ത നല്ല ഒരു ലെസണുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ.